എന്തായാലും അവരുമായുള്ള ലിങ്ക് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനാൽ എന്ത് ചെയ്തു, അവരെ മതത്തിൽ ആകർഷിച്ചു. അവസാനം അവരുടെ പണ്ഡിതന്മാരുടെ അറിവ് നേടാൻ വേണ്ടി പോയി. സൽമാൻ ഫാരിസി എന്നത് ഒരുപാട് പണ്ഡിതന്മാരുടെ അറിവ് നേടിയിട്ടുണ്ട്. അവസാനത്തെ പണ്ഡിതൻ പറഞ്ഞു, ഇനി നിങ്ങളൊരു പണ്ഡിതനെ തേടി പോകണ്ട, അറബ് നാട്ടിൽ ഒരു പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ട്. ആ പ്രവാചകൻ്റെ ആ നബിയുടെ ഗുണങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് കണ്ടാൽ തിരിച്ചറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആ പ്രവാചകൻ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഹിജ്റ വന്ന ആളായിരിക്കും. ഒന്ന്. രണ്ട്, ആ പ്രവാചകൻ്റെ തോളിൽ നുബുവത്തിൻ്റെ സീലുണ്ടാവും. നിങ്ങൾ ഹദിയായിട്ട് എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുത്താലേ സ്വീകരിക്കുള്ളൂ. നിങ്ങൾ സക്കാത്ത് സദക്ക കൊടുത്താൽ ആരും സ്വീകരിക്കൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ അടയാളങ്ങൾ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിക്കൊള്ളുന്നുണ്ട്. അങ്ങനെ അറബ് നാട്ടിൽ നിന്നും കച്ചവടത്തിന് വന്ന കച്ചവട സംഘത്തോട് ഈ സൽമാൻ ഫാരിസി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നെ അറബ് നാട്ടിലെത്തിക്കുക, ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന്. കൂടെ കൂട്ടിയവർ എന്ത് ചെയ്തു, പകുതി വയ്ക്കുന്ന സൽമാൻ തങ്ങൾ ചെതിച്ച് കളഞ്ഞു, അടിമയാക്കി വിറ്റു. അങ്ങനെയാണ് അടിമയാകുന്നത്. അല്ലാതെ അടിമയുടെ മകനോ അടിമയായി ജനിച്ച ആളോ അല്ല ആര്, സൽമാൻ പൈസക്കാരൻ്റെ മകനാണ്. ഏതായാലും ഈ തോട്ടത്തിൻ്റെ ബന്ധുവിൻ്റെ തോട്ടത്തിലാണ് ആദ്യം എത്തിപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോയ സമയത്ത്, വീട്ടിലേക്ക് പോയ സമയത്ത് അവിടെ നിന്ന് കാണുകയും അവിടെ നിന്ന് എന്ത് ചെയ്തു, സൽമാൻ തങ്ങൾ ഈ തോട്ടത്തിൽ എത്തിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ഒന്നിങ്ങനെ ചിന്തിച്ചാൽ മതി, നമ്മൾ ഒരാളെ തേടി പോവാണ്, ഒരാളെ അന്വേഷിച്ച് പോവാണ്, അങ്ങനെ പകുതി വയ്ക്കിട്ട് നമ്മൾ ചതിക്കപ്പെടുകയാണ്, ഒരാൾ കീഴിൽ അകപ്പെടുകയാണ്. ഒരു പ്രതീക്ഷ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, നമ്മളെ വിധി ഇങ്ങനെ തന്നെയല്ലേ. എന്നാൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, ഒരുപാട് കാലം ഇവിടെ ഈ തോട്ടത്തിൽ ഇങ്ങനെ പണിയെടുക്കാൻ ഒന്നുമില്ല. ഒരു സുപ്രഭാതത്തിൽ ഈ മരത്തിൻ്റെ താഴെ അല്ലെ തോട്ടത്തിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഇങ്ങനെ സംസാരം കേൾക്കുന്നുണ്ട്. ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു, കുബയുടെ ഭാഗത്ത് പുതിയ ഇസ്ലാമായിട്ട് വന്നിരിക്കുന്നു, പുതിയ മതമായി വന്നിരിക്കുന്നു, കൂടെ കുറേ ആളുകളുണ്ട്. ഇതാര് കേൾക്കുകയാണ്, സൽമാൻ ഫാരിസി കേൾക്കുകയാണ്. താൻ എന്തിനാണോ വന്നത് അതിനെക്കുറിച്ചാണ് കേൾക്കുന്നത്. പെട്ടെന്ന് മരത്തുനിന്ന് വീട് പോകുമോ എന്ന് പോലും ഭയന്ന് പോയി. അങ്ങനെ ഇറങ്ങി വന്ന് ഈ ആളുകളോട് ചോദിച്ചു, നിങ്ങളിപ്പോൾ എന്തോ പറഞ്ഞല്ലോ, ആരെക്കുറിച്ച് പറഞ്ഞല്ലോ. അവരടിക്കുകയൊക്കെ ചെയ്തു സൽമാൻ. ഏതായാലും തനിക്ക് കിട്ടിയ അല്പം ഭക്ഷണവുമായി മഹാനായ സൽമാൻ ഫാരിസി മുത്തുനബിയുടെ സാന്നിധ്യത്തിലേക്ക് പോവാണ് കുബയുടെ ഭാഗത്ത്. ഈത്തപ്പം ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് പറഞ്ഞു, നബിയെ ഇതെന്തേന്ന് ചോദിച്ചു. ഇത് നിങ്ങൾക്ക് സദക്കയാണ് റസൂലല്ലാഹ് കൊണ്ടുവന്നവർ എടുത്തോളി എന്നുള്ള രീതിയിൽ അത് നബിയാണെന്ന് പരിശോധിക്കാൻ വേണ്ടി പോണ ആര്, സൽമാൻ. ഈ സദക്ക എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു റസൂൽ എല്ലാവർക്കും കൊടുത്തു, മുത്തുനബി ഭക്ഷിച്ചില്ല. അങ്ങനെ ഒരു അടയാളപ്പെടുത്തി. പിറ്റേന്ന് വീണ്ടും ഭക്ഷണമായിട്ട് വന്നു, ഇങ്ങനെ മുമ്പിൽ വെച്ച് നബി ഇതെന്തേന്ന് ചോദിച്ചു. ഇത് നിങ്ങൾക്ക് ഗിഫ്റ്റാണ് നബി എന്നെ, ഹദിയാണ് നബി എന്നെ. അല്ലാഹു റസൂൽ ഭക്ഷിച്ച് എല്ലാവർക്കും കൊടുത്തു. 2 അടയാളം പൂർത്തിയായി. പിന്നെ ഒരു അടയാളം ഹിജ്റ വരിക, അതും പൂർത്തിയായി. ഇനി ആ തോളിലെ ആ ഒരു സീലൊന്ന് കാണണം. ഒരു ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് പിന്നാലെ കൂടി സൽമാൻ തങ്ങൾ കുറേ ബാക്കിലടക്കും, കുറേ സൈഡിലടക്കും, മുമ്പിലടക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ അള്ളാഹു റസൂലിൻ്റെ സീലൊന്ന് കാണാനിടയായി. സൽമാൻ തങ്ങൾ കണ്ടു, അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തു. അത് കണ്ട് അങ്ങനെ മുസ്ലിമായി. ഇടയ്ക്കിടെ അള്ളാഹു റസൂൽ ഇങ്ങനെ കാണുമ്പോൾ ചോദിക്കും, അല്ലയോ സൽമാൻ ഇങ്ങനെ നടന്നാൽ മതിയാ? അപ്പോൾ പറഞ്ഞു, നബിയെ ഞാൻ അടിമയല്ല നബിയാണ്, നിങ്ങൾ എന്താണോ ആവശ്യം, നിങ്ങളെ സ്വതന്ത്രം ചെയ്യാൻ, നിങ്ങൾ മോചിപ്പിക്കാൻ എന്താണ് ആവശ്യം അതൊന്ന് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. അന്ന് എഴുതി കൊടുക്കല. അദ്ദേഹം ആ ഉടമ്പ എഴുതാൻ തുടങ്ങി. ആ ഉടമ്പയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്, ഈ സൽമാൻ തങ്ങളെ വിടാൻ പറ്റില്ല, കാരണം നല്ല ആത്മാർത്ഥതയുള്ള പണിക്കാരനാണ് എന്ന് മാത്രമല്ല സൽമാൻ തങ്ങൾ ആരും ഒന്ന് നോക്കിപ്പോ. ഈ സൽമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം എഴുതാൻ തുടങ്ങി. 300 ഈത്തപ്പന തൈകൾ നടുകയും അതുപോലെ തന്നെ അത് കായ്ക്കുകയും വിളവെടുക്കുകയും ചെയ്യണം. ആദ്യത്തെ വിളവെടുപ്പ് 300 ഈത്തപ്പന തൈ ആവണം. എന്ന് വെച്ചാൽ ഒരു ശരാശരി ഈ മദീനത്തേക്ക് ഒരു ഈത്തപ്പന നട്ടാൽ 5 മുതൽ 7 വർഷം വരെ സമയമെടുക്കും. എന്താണെങ്കിലേ അത് കായ്ച്ച് ആദ്യത്തെ വിളവെടുക്കണമെങ്കിൽ. രണ്ടാമത്തെ ഡിമാൻഡ് 40 ഉക്കിയ സ്വർണ്ണമാണെന്നാണ്. അന്നൊരു അടിമയെ മോചിപ്പിക്കാൻ 8-9 ഉക്കിയ സ്വർണ്ണം ആവശ്യമുള്ളൂ. ഇത് രണ്ടും ഭയങ്കര ഡിമാൻഡാണ്. സൽമാൻ ഫാരിസി തന്നെ നിരാശയോട് അള്ളാഹു റസൂൽ ചെല്ലാം, നബിയെ ഇത് വല്ലാത്ത ഡിമാൻഡാണ്. അള്ളാഹു റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, സഹാബ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ആ ഈത്തപ്പത്തിൻ്റെ തൈകൾ കൊണ്ടുവരാൻ പറഞ്ഞു. ആ കന്നുകൾ ചെറിയ 1 ഉള്ളവർ 1, 2 ഉള്ളവർ 2, 3 ഉള്ളവർ 3. അങ്ങനെ പള്ളിയിൽ 300 തികഞ്ഞ സമയത്ത് അള്ളാഹു റസൂൽ ആ സൽമാൻ കുഴിക്കു സൽമാൻ അതിൻ്റെ സൈഡിലെ ഈ തൈകൾ വെക്കാൻ പറഞ്ഞു. നടാൻ പറഞ്ഞില്ല. നമ്മൾ നേരത്തെ വരുമ്പോൾ നിങ്ങൾക്കൊരു വീട് കാണിച്ചതില്ല, സൽമാൻ നിങ്ങളുടെ വീട് കിടന്നെന്ന് പറഞ്ഞാൽ ആ ഭാഗത്തായിരുന്നു കൂടുതൽ മരം നട്ടത് എന്നാണ് അഭിപ്രായം. ഏതായാലും അള്ളാഹു റസൂൽ കടന്നു വരാൻ അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട കൈകൊണ്ട് നടാൻ തുടങ്ങി. ഓരോന്നും നടാൻ തുടങ്ങി. 9 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് ഇങ്ങനെ കായ്ച്ച് വിളവെടുത്ത് നിൽക്കുന്ന അത്ഭുതമാണ് ആര് കാണുന്നത്? ഈ ജൂതൻ കാണുന്നത്. അങ്ങനെയാണ് അദ്ദേഹം മുസ്ലിമാവുകയും ഈ തോട്ടം സൽമാൻ തങ്ങൾക്ക് ഹദിയ കൊടുക്കുകയും ചെയ്തു. മറ്റൊരു റിവായത്ത് പ്രകാരം അതിൽ 1 മാത്രം കായ്ക്കാതെ വന്നു. കൂട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ 1 ഉടമസ്ഥൻ പറഞ്ഞു കരാറ് പൂർത്തിയായില്ല, വിടാനായില്ല, കാരണം 1 ഉണ്ട് ബാക്കിയായിട്ട്.
അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തു? അതിനെ തടവി എന്നും അതിനെ പറിച്ച് നട്ടു എന്നുണ്ട്. അത് നോക്കി നിൽക്കവേ കാഴ്ച എന്നതാണ് അത്ഭുതം. ആ അത്ഭുതം കണ്ടവരെന്ത് ചെയ്തു? അവിടെ നിന്ന് മുസ്ലിമായി. ഈ തോട്ടം പിന്നീട് സൽമാൻ തങ്ങൾ അതി കൊടുത്തു. ഇനി ആരാണ് സൽമാൻ? അവിടെയാണ് മർമ്മപ്രധാനം. ആരാ സൽമാൻ? എല്ലാം ഉണ്ടായ സൽമാനെ അള്ളാഹ് ഒരുപാട് നാടുകൾ അലഞ്ഞിട്ടുണ്ട്. ആര്? സൽമാൻ തങ്ങൾ. അങ്ങനെ മദീനയിലെത്തിയ സൽമാൻ തങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂലിനെ അന്വേഷിച്ച് മദീനയിലെത്തിയ സൽമാൻ തങ്ങൾ, പിന്നീട് എല്ലാം തകർന്നു പോയ സൽമാൻ തങ്ങൾ എല്ലാം ഉയർത്താൻ പിന്നീട് ഗവർണർ വരായിട്ടുണ്ട്. ആര്? സൽമാൻ ഫാരിസ് റളിയല്ലാഹു. അങ്ങനെ മാത്രമല്ല, ഈ സൽമാൻ ഫാരിസ് റളിയല്ലാഹു ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ മുഹമ്മദാണോ? അത് കേൾക്കേണ്ട താമസം സൽമാൻ തങ്ങൾ അങ്ങനെ പറയല്ലേ, നിങ്ങൾ എന്നോട് അങ്ങനെ പറയല്ലേ, ചോദിക്കല്ലേ, ഞാൻ മുഹമ്മദിൻ്റെ അടിമയാണ് എന്ന്. ആര്? ഈ അടിമത്ത മോചനത്തിൻ്റെ പിന്നുള്ളത് 40 ഉക്കിയ സ്വർണ്ണം. ഒരിക്കൽ ഈ ഗനി വെക്കുന്ന ആള് ഇസ്ലാം ഒന്ന് സ്വീകരിക്കാൻ പൊന്നു വെക്കുന്ന ആൾ. അപ്പോൾ അവരുടെ കയ്യിൽ ഒരു കോയിമുട്ട പോലത്തെ ഒരു പൊന്നുണ്ടായിരുന്നു. അത് ഗനീമത്ത് സ്വത്ത് കിട്ടിയതാണെന്ന് അഭിപ്രായം. അത് കിട്ടിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇത് കിട്ടിയപ്പോൾ ചോദിച്ചു, ആ സൽമാൻ എവിടെ? സൽമാൻ എവിടെയെന്ന് ചോദിച്ചു. സൽമാൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ആ സൽമാൻ ഇത് 40 മുറിച്ചു കൊടുത്താണെന്ന്. നബി ഇത് ഇത്രയല്ലേ ഉള്ളൂ നബി, അങ്ങ് മുറിച്ചു കൊടുത്താണ് സൽമാൻ. അത് 40 എന്ത് ചെയ്തു? അത്ഭുതം. ഈ സൽമാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ മക്കക്കാർ പറഞ്ഞു സൽമാൻ നമ്മളിൽ പെട്ടതാണ്, മദീനക്കാർ പറഞ്ഞു സൽമാൻ നമ്മളിൽ പെട്ടതാണ്. അങ്ങനെ രണ്ട് ഭാഗത്തും പറഞ്ഞു വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു സൽമാൻ എന്നിൽ പെട്ടതാണ് പറഞ്ഞു. സൽമാൻ അതിലും വലിയ അംഗീകാരം ലോകത്ത് എന്താ വേണ്ടേ? സൽമാൻ എന്നിൽപ്പെട്ടതാണ്. ഈ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ഖന്തക് യുദ്ധത്തിൻ്റെ എഞ്ചിനീയറാണ്. അന്ന് ഖന്തക് യുദ്ധം കടങ്ങു വെച്ചല്ലോ, അതിൻ്റെ എഞ്ചിനീയറാണ്. ആര്? സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു. ഈ തോട്ടവുമായി ബന്ധപ്പെട്ട് ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയാനുണ്ട്. ഒരിക്കലും ഒരു തോട്ടത്തിൽ കൂടെ അള്ളാഹുവിൻ്റെ റസൂൽ നടന്നു പോകുമ്പോൾ തോട്ടത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അള്ളാഹുവേ ഈ തോട്ടത്തിൽ ഈ ബർക്കത്ത് കയറി തന്നു. എല്ലാവർക്കും ഒരു പ്രാവശ്യം ഒരു വിളവെടുത്താൽ ആ സഹാബിക്ക് 2 വിളവെടുത്തിരുന്നു ഒരു കൊല്ലത്തിന്. ഒരു കടക്കാരൻ വന്നു, നബിയുടെ അരികിൽ, നബിയെ കടാണ് നബിയെ തന്നെ, എന്തെങ്കിലൊക്കെ അത് കൊടുക്കാനുള്ള എന്താ ഓപ്ഷൻ നിങ്ങൾ കാണുന്നത്? കുറച്ച് തോട്ടമുണ്ട് നബിയെ തന്നെ, നിങ്ങൾ വിളവെടുക്കുന്ന സമയത്ത് എന്നെ വിളിച്ചു കൊള്ളുക. ആ കടക്കാരൻ വിളിച്ചോണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ ഇരുന്ന് കൊടുത്തു. ഈ ഈത്തപ്പഴം ഇങ്ങനെ പറിച്ച് കൊടുക്കാൻ തുടങ്ങി. കടം തീർന്നപ്പോഴും ഈത്തപ്പഴം ബാക്കിയായിരുന്നു. മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമ്മുടെ സിയാറത്ത് കബൂൽ ചെയ്യട്ടെ. ഇനിയും വരാനും കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ കാണുന്ന മരങ്ങളൊന്നും അതല്ല, ഒരു മരം നട്ടാൽ ചുരുങ്ങിയത് ഒരു മനുഷ്യൻ്റെ ആയുസാണ് 90-100 വർഷമൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഭാഗങ്ങളൊക്കെ മുത്തുനബിയുടെ മുഅ്ജിസത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ വന്ന് ഒരുപാട് ഹാജിമാർ ഇവിടെ വന്നു പോയിട്ടുണ്ട്. എല്ലാവർക്കും തൗഫീഖ് കിട്ടിയിട്ടില്ല. ഇതും ഒരു തൗഫീഖാണ്. നബിയുടെ മണ്ണിൻ്റെ ഉള്ളിൽ ഈ സ്ഥലങ്ങൾ കാണാനൊരു തൗഫീഖാണ്. അള്ളാഹു ഇതിനു വേണ്ടി ശ്രമിച്ച അമീർമാർക്കുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളെ വിലപ്പെട്ട തൊഴിൽ എന്നെയും എൻ്റെ കുടുംബത്തെ എല്ലാവരും ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മക്ക ഹജ്ജ് ഉംറ സർവീസിലൂടെ മക്കയിലെത്തിയ ഹാജിമാർ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ തോട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. മദീനയിലെ ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളും പള്ളികളും ഒക്കെ സന്ദർശിച്ച് ഉച്ചയ്ക്ക് 2:30 2:15 തുടക്കം കുറിച്ച സിയാറ ഏകദേശം അവസാനത്തിലേക്ക് നീങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ മാസവും ഐലാശ്ശേരിയിൽ നിന്ന് പുറപ്പെടുന്ന ഉംറ സംഘത്തിൽ പങ്കാളികളാവാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.